ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ടെക് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ ചുമലിലൊക്കെ തൂക്കിയിടുന്ന ഒരു അടിപൊളി വാൾ. അപ്പോൾ നമ്മുടെ വാൾ ഹാങ്ങിങ്ങിനായിട്ട് ഞാനിതാ ഗ്രീൻ കളർ ക്രാഫ്റ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ റോസ് ക്രാഫ്റ്റ് പേപ്പറിനെ പാതിയായിട്ട് മടക്കി ഈ ഒരു ഷേപ്പിൽ ആക്കി വച്ചിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ഈ പച്ച ക്രാഫ്റ്റ് പേപ്പറിനെ പാതിയായിട്ട് മടക്കി ഇതിൻ്റെ പുറത്ത് വെച്ച് വരച്ച് വെട്ടിയെടുക്കേണ്ടത് കൂടിയാണ്, അതുകൂടെ ശ്രദ്ധിക്കുക. ആദ്യമാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഈ സൈഡിൽ വരത്തക്കനെ ഇങ്ങനെ വച്ച് വരച്ച് വെട്ടിയെടുക്കാം. കുറേയേറെ ആവശ്യമുണ്ട്, അപ്പോൾ നമുക്ക് വെട്ടിയെടുക്കാം. ഇപ്പോൾ ഇത് ഒന്നിനുള്ളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒന്നിൻ്റെ ഈ സൈഡിൽ നമുക്ക് പശ തേക്കണം. ഇപ്പോൾ ഇത് പശ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം ഇതിൻ്റെ പുറത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം അതിൻ്റെ പുറത്ത് വേറെയും ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതിൻ്റെ പാതി എടുക്കാം. ഈ നടുഭാഗത്ത് പശ തേച്ച് ഇതുവരെ നമുക്ക് കമ്പിളി നൂല് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പം ഞാൻ ചുവന്ന കമ്പിളി നൂല് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ ഒന്ന് വച്ച് ഇതിനെ പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. കമ്പിളി നൂലിൻ്റെ അറ്റ ഭാഗം ഇതുപോലെ ചെയ്തിട്ടുണ്ട്, കണ്ടോ. കമ്പിളി നൂലിൻ്റെ ഈ ഒരു ഭാഗം ഞാനത് പശ തേച്ച് അതിനെ കൂർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും വരുന്ന ഭാഗത്ത് നമുക്ക് കെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് വലിയൊരു മുത്ത്, നല്ല ഇത്തിരി വലുപ്പമുള്ള ഈ മുത്താണ് ഞാൻ എടുക്കുന്നത്. ഈ മുത്ത് ആ കെട്ടിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ വേറെയും ഉണ്ട്. അപ്പോൾ ഇതിൽ ഒന്നെങ്കിൽ ഈ ഓറഞ്ചിൽ ഇതുപോലത്തെ ഓറഞ്ച് ചെയ്ത് അതിൽ 2 അടുത്ത് റോസ് ഉണ്ട്, അതിൽ 3, അടുത്ത് ഇടകലർന്ന് അങ്ങനെയാണ് മുത്ത് പോകുന്നത്. അപ്പോൾ അത്രയും നമുക്കൊന്ന് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓറഞ്ചും റോസും ഒക്കെ ഇപ്പോൾ ഇവിടെ 1 മുത്തെങ്കിൽ അടുത്ത് 2 മുത്തുള്ളതും 3 മുത്ത് 4 മുത്ത് ഏകദേശം ഒരു 15 മുത്ത് വരെ നമുക്ക് വേണം. അപ്പോൾ അത്രയൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് റൗണ്ട് ചെയ്ത് ഒരു ബൈൻഡും പിന്നെ ഫോം പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരേ അളവിന് വെട്ടി ഈ ബൈൻഡിൻ്റെ പിറകിൽ പശ തേച്ച് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹോൾ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് അകലത്തിൽ പോയിൻ്റ് ഇട്ട് കൊടുക്കാം. റൗണ്ട് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഞാനിത് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോം പേപ്പർ ഇതിൻ്റെ പുറകു വശത്തല്ലേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ഈ പച്ച കളർ ഈ ഒരു കുട പോലത്തെ ഈ സാധനം ഇതിൻ്റെ അകത്തൂടെ എടുത്ത് ഓരോന്നായിട്ട് 1, 2, 3 എന്ന നിരക്കിൽ കെട്ടി എടുക്കാം. നല്ലതുപോലെ പെർഫെക്റ്റായിട്ട് കെട്ടി നമുക്ക് വാളിൽ തൂക്കിയിടാം. അപ്പോൾ നമ്മുടെ വാൾ ഹാങ്ങിങ് ഇതാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ മുത്തൊക്കെ തൂങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ വീട് തന്നെ വളരെ ഡെക്കറേറ്റീവ് ആയിരിക്കും. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ഉണ്ടാക്കി തൂക്കിയിട്ട് കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലെ ആൾക്കാരൊക്കെ വന്നു. അപ്പോൾ അവരൊക്കെ വന്നപ്പോഴത്തേക്കും ഇത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് നിങ്ങളും ട്രൈ ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് എസ് ടെക് മലയാളം സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ ബൈ.